പത്തനംതിട്ട കലഞ്ഞൂരിൽ മദ്യപാനത്തിനുണ്ടായ വാക്കുതർക്കത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കലഞ്ഞൂർ സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മനുവിന്റെ സുഹൃത്ത് ശിവപ്രസാദ് അറസ്റ്റിലായി. കഴിഞ്ഞ പുലർച്ചെയാണ് കൊലപാതകം നടന്നത്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ചെറിയൊരു വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഈ കൊലപാതകത്തിന് ശേഷം പ്രതി രക്ഷപ്പെട്ടിരുന്നല്ലോ, പ്രതി ശിവപ്രസാദ് രക്ഷപ്പെട്ടിരുന്നല്ലോ. എങ്ങനെയാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്? ടോം, ഇന്നലെ രാത്രിയിലാണ് ഇത്ര ഒരു സംഭവം ഉണ്ടാകുന്നത്. രാത്രി മനുവും കൊല്ലപ്പെട്ട മനുവും പ്രതിയായ ശിവപ്രസാദ് സുഹൃത്തുക്കളാണ്. ഈ ശിവപ്രസാദിന്റെ വീട്ടിലെ പറമ്പില് പുതിയ വർക്ക്ഷോപ്പ് വെക്കുന്നതിന് വേണ്ടി, അതിന് സ്ഥലം നിരപ്പാക്കുന്നതിന് വേണ്ടിയാണ് മനുവിനെ ശിവപ്രസാദ് വീട്ടിലേക്ക് രാത്രി വിളിക്കുന്നത്. അവിടെ ജെസിയുമായി മനു വരുന്നു. ഒപ്പം ആ പണി പൂർത്തിയാക്കിയ ശേഷം വൈകിട്ട് ഇരുവരും ചേർന്ന് രാത്രി ഒരു 12 മണിയോടുകൂടി തന്നെ രണ്ടുപേരും ചേർന്ന് മദ്യപിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയും ആ വഴക്കിനിടയിൽ വാക്കേറ്റവും പിന്നീട് കയ്യേറ്റത്തിലേക്ക് എത്തുകയും ചെയ്തു. ആ കയ്യേറ്റത്തിലാണ് മനു കൊല്ലപ്പെടുന്നത്. വീട്ടിൽ ആ സമയത്ത് ശിവപ്രസാദും മനുവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ശിവപ്രസാദ് ഒറ്റയ്ക്ക് ആണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും ഈ വാക്കേറ്റത്തിനും സംഘർഷത്തിനും ഇടയിൽ മനു ചലനം മറ്റ് കിടക്കുമ്പോൾ തന്നെ ശിവപ്രസാദ് ആ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത സ്ഥലത്തെത്തി പഞ്ചായത്ത് മെമ്പറെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം വീട്ടിലുണ്ടായിട്ടുണ്ട്, ഈ ആശുപത്രിയിൽ മനുവിനെ എത്തിക്കണം എന്ന് ശിവപ്രസാദ് പഞ്ചായത്ത് മെമ്പറോട് പറയുകയും തുടർന്ന് പഞ്ചായത്ത് മെമ്പറും അവിടുത്തെ നാട്ടുകാരും ഒക്കെ ചേർന്നാണ്, ഈ ശിവപ്രസാദ് ഉൾപ്പെടെയാണ് ഈ മനുവിനെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും തന്നെ മനു മരണപ്പെട്ടിരുന്നു. എന്തായാലും ആ സമയത്ത് തന്നെ വിവരം അറിഞ്ഞ ആ സമയം തന്നെ ശിവപ്രസാദ് ആ സ്ഥലത്ത് നിന്നും കടന്നു കളയുകയായിരുന്നു. തുടർന്നാണ് പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി. അതിനുശേഷം രാത്രി പുലർച്ചയോടുകൂടി പത്തനംതിട്ട കുമ്പഴയിൽ നിന്നാണ് കൂടുതൽ പോലീസ് ഈ കേസിലെ പ്രതിയായ ശിവപ്രസാദിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇരുവരും തമ്മിൽ സുഹൃത്തുക്കളാണ്, സഹപാഠികളാണ് എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. പക്ഷേ രണ്ടുപേരും രാത്രിയിൽ മദ്യപിച്ചതിന് ശേഷം ചില തർക്കങ്ങളും അത് പിന്നീട് ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് മാറി. അത്തരത്തിലാണ് കൊലപാതകം നടന്നതെന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോന്നി DSP രാജപ്പൻ റാവുത്തർ ഇതുമായി ബന്ധപ്പെട്ട് കൊലപാതകമായിട്ട് കണ്ടാൽ മതിയോ ശശിനാരായണൻ? കാരണം ഈ ശിവപ്രസാദിന് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഈ പ്രതി ശിവപ്രസാദ്? ടോം, അത്തരം ഒരു കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ, ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ മുൻവൈരാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നു. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അത്തരൊരു പ്രശ്നമില്ല. ഈ പ്രതി തന്നെ ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ വെച്ചുണ്ടായ ചില വാക്കുതർക്കങ്ങളും കയ്യേറ്റവുമാണ് ഈ മരണത്തിന് കാരണമെന്ന് പ്രതിയായ ശിവപ്രസാദ് തന്നെ സമ്മതിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിവപ്രസാദിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവർ ഒരു പ്രദേശത്ത് കലഞ്ഞൂർ തന്നെ അടുത്ത് താമസിക്കുന്നവരാണ്, നേരത്തെ പരിചയമുള്ളവരാണ്, ഒന്നിച്ചു പഠിച്ചവരാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ സ്വാഭാവികമായും വീട്ടിൽ വിളിച്ച് ഇത്തരമൊരു പണിയുണ്ട് എന്ന് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിലാണ് സമയം കിട്ടിയത്. JCB വെച്ച് ഈ വർക്ക്ഷോപ്പ് ചെയ്യുന്നതിന് വേണ്ടി പറമ്പിലെ നിരപ്പാക്കുന്ന ജോലിയൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇരുവരും ചേർന്ന് മദ്യം വാങ്ങി കഴിക്കുകയും ആ മദ്യപിക്കുന്നതിനിടയിൽ ഉണ്ടായ വാക്കേറ്റമാണ് ഈ കൊലപാതകത്തിലേക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. അത്തരത്തിലുള്ള മൊഴി തന്നെയാണ് പ്രതി ശിവപ്രസാദ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ മരണസമയത്ത് ഇവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ശിവപ്രസാദിന്റെ മാതാവും അതുപോലെ തന്നെ സഹോദരിയുമൊക്കെ വിദേശത്താണ്. ശിവപ്രസാദ് ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. വേറെ ആരും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു മറ്റാരെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അന്വേഷിച്ചപ്പോഴും സ്വാഭാവികമായി ഈ തന്റെ കയ്യിൽ നിന്നും ഇവർ തമ്മിൽ അടിയുണ്ടായ ഒരു പ്രശ്നം മാത്രമാണ് ശിവപ്രസാദ് പങ്കുവച്ചത്. അത്തരത്തിൽ ഒരു കൊലപാതകം നടന്നു എന്നുള്ള കാര്യമാണ് ഈ മൊഴിയിലും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റാരും ഈ കേസിൽ പങ്കില്ല, ശിവപ്രസാദ് തന്നെയാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്താൻ കാരണം. അതുകൊണ്ട് തന്നെ പുലർച്ചയോടുകൂടി ശിവപ്രസാദിനെ പത്തനംതിട്ടയിലെ കുമ്പഴയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മനു മരിച്ച വിവരം ആ സമയത്ത് ശിവപ്രസാദ് അറിഞ്ഞില്ലെങ്കിലും ആശുപത്രിയിൽ ചെന്നാണ് ഈ മനുവിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നതും ശിവപ്രസാദ് അടക്കമുള്ള ആളുകളാണ്. ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് മനു മരിച്ച വിവരം ശിവപ്രസാദ് അറിയുന്നത്. ആ സമയത്ത് തന്നെ ഭയം കൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടതെന്നാണ് ശിവപ്രസാദ് പിന്നീട് പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്.